ശ്രീമദ് ഭഗവത്ഗീതയിലെ കർമ്മയോഗത്തിലെ, അതായത് 3-ാം അധ്യായമായ കർമ്മയോഗത്തിലെ 8-ാം ശ്ലോകത്തിൻ്റെ അർത്ഥവും അതിൻ്റെ വ്യാഖ്യാനവും ആധുനിക പ്രസക്തിയുമാണ് എന്ന് പറയുന്നത്. കർമ്മത്തിൻ്റെ പ്രാധാന്യത്തെയും നിസ്വാർത്ഥമായ പ്രവർത്തനത്തിൻ്റെ ആവശ്യകതയും ആണ് ഈ ശ്ലോകം ഊന്നിപ്പറയുന്നത്. അർജുനൻ്റെ ആശയക്കുഴപ്പങ്ങൾക്ക് മറുപടിയായി കേവലം കർമ്മം ഉപേക്ഷിക്കുന്നത് മോക്ഷത്തിലേക്കുള്ള വഴിയല്ലെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ വ്യക്തമാക്കുന്നു. ഇതിന് തൊട്ടു മുൻപുള്ള 7-ാം ശ്ലോകത്തിൽ ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് നിയന്ത്രിച്ച് ആസക്തിയില്ലാതെ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മം ചെയ്യുന്നവനാണ് ശ്രേഷ്ഠൻ എന്ന് ഭഗവാൻ വിശദീകരിച്ചു. ഈ ശ്രേഷ്ഠനായ കർമ്മയോഗി എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ നിർദ്ദേശമാണ് ഈ ശ്ലോകത്തിൽ നൽകുന്നത്. കർമ്മം ചെയ്യാതിരിക്കുന്നത് ഒരു പരിഹാരമല്ലെന്നും മറിച്ച് കർമ്മം ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും ഈ ശ്ലോകം അടിവരയിട്ട് പറയുന്നു. ശ്രീമദ് ഭഗവത്ഗീത കർമ്മയോഗം ശ്ലോകം 8. ശ്ലോകം ഇപ്രകാരമാണ്: നിയതം കുരു കർമ്മത്വം കർമ്മജ്യായോ ഹ്യകർമ്മണഃ ശരീരയാത്രാപി ച തേ ന പ്രസിദ്ധ്യേത് കർമ്മണഃ. നിയതം കുരു കർമ്മത്വം കർമ്മജ്യായേ ഹ്യകർമ്മണഃ ശരീരയാത്രാപി ച തേ ന പ്രസിദ്ധ്യേത് കർമ്മണഃ. ഈ ശ്ലോകത്തിലെ ഓരോ വാക്കിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. പദാനുപദ അർത്ഥം ഇപ്രകാരമാണ്: നിയതം. നിയതം എന്നാൽ വിധിക്കപ്പെട്ട അല്ലെങ്കിൽ നിർബന്ധിതമായ. കുരു ചെയ്യുക. കർമ്മ കർമ്മം അല്ലെങ്കിൽ പ്രവൃത്തി. ത്വം നീ. കർമ്മ കർമ്മം അല്ലെങ്കിൽ പ്രവൃത്തി. ജ്യായോ ശ്രേഷ്ഠം അല്ലെങ്കിൽ ഉത്തമം. ഹി എന്തുകൊണ്ടെന്നാൽ അല്ലെങ്കിൽ തീർച്ചയായും. അകർമ്മണഃ കർമ്മം ചെയ്യാതിരിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ നിഷ്ക്രിയത്വത്തേക്കാൾ. ശരീരയാത്ര ശരീരത്തിൻ്റെ നിലനിൽപ്പ് അല്ലെങ്കിൽ ശരീരയാത്ര. അപി പോലും. ച കൂടാതെ അല്ലെങ്കിൽ കൂടി. തേ നിനക്ക് അല്ലെങ്കിൽ നിന്റെ. ന ഇല്ല. പ്രസിദ്ധ്യേത് സാധ്യമാവുകയില്ല അല്ലെങ്കിൽ നിർവഹിക്കപ്പെടുകയില്ല. അകർമ്മണഃ കർമ്മം ചെയ്യാതിരുന്നാൽ അല്ലെങ്കിൽ നിഷ്ക്രിയത്വത്താൽ. ഈ ശ്ലോകത്തിൻ്റെ അന്വയാർത്ഥം ഇപ്രകാരമാണ്: നിയതം നിത്യമായ അല്ലെങ്കിൽ നിത്യം ചെയ്യേണ്ടതായി വിധിക്കപ്പെട്ടിട്ടുള്ള. കർമ്മം കർമ്മത്തെ. ത്വം നീ. കുരു ചെയ്താലും. ഹി എന്തുകൊണ്ടെന്നാൽ. അകർമ്മണഃ കർമ്മം ചെയ്യാതിരിക്കുന്നതിനേക്കാൾ. കർമ്മം ചെയ്യുന്നത്. ജ്യായഃ അധികം ശ്രേഷ്ഠമാകുന്നു.
അകർമ്മണഃ സർവകർമ്മശൂന്യനായിരിക്കുന്ന തേ നിനക്ക് ശരീരയാത്ര അപിച്ച ശരീര സംരക്ഷണവും കൂടി അല്ലെങ്കിൽ ശരീര നിർവഹവും കൂടി ന പ്രസിദ്ധ്യേൽ സാധിക്കുകയില്ല. അതായത് നിത്യമായ കർമ്മത്തെ നീ ചെയ്താലും, എന്തെന്നാൽ കർമ്മം ചെയ്യാതിരിക്കുന്നതിനേക്കാൾ കർമ്മം ചെയ്യുന്നതാണ് അധികം ശ്രേഷ്ഠം. കർമ്മം ചെയ്യാഞ്ഞാൽ നിന്റെ ദേഹസംരക്ഷണം കൂടി നിനക്ക് സാധിക്കുകയില്ല. ഭഗവാൻ പറയുന്നത്, വിധിക്കപ്പെട്ട കർമ്മം എന്താണോ അത് നീ ചെയ്യുക. എന്തെന്നാൽ കർമ്മം ചെയ്യാതിരിക്കുന്നതിനേക്കാൾ കർമ്മം ചെയ്യുന്നതാണ് കൂടുതൽ ശ്രേയസ്കരം. കർമ്മം ചെയ്യാതിരുന്നാൽ നിനക്ക് നിന്റെ ശരീര സംരക്ഷണം പോലും അസാധ്യമാകും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, നീ മനസ്സാൽ നിയന്ത്രിതമായ കർമ്മം ചെയ്യുക. എന്തുകൊണ്ടെന്നാൽ കർമ്മമാണ് അകർമ്മത്തേക്കാൾ അല്ലെങ്കിൽ കർമ്മം ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠം. കർമ്മം ചെയ്യാത്ത പക്ഷം നിനക്ക് ശരീര നിർവഹണം പോലും സാധിക്കുകയില്ല. ഈ ശ്ലോകത്തിൽ ഭഗവാൻ കൃഷ്ണൻ കർമ്മം ചെയ്യേണ്ടതിൻ്റെ അനിവാര്യതയും നിഷ്ക്രിയത്വത്തേക്കാൾ കർമ്മത്തിൻ്റെ ശ്രേഷ്ഠതയും ഊന്നിപ്പറയുന്നു. ഇത് 3 ആശയങ്ങളിലൂടെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതിലൊന്നാമത്തേത് നിയതം കുരു കർമ്മത്വം, അതായത് നിന്റെ വിധിക്കപ്പെട്ട കർമ്മം ചെയ്യുക. ഈ ഭാഗം ഓരോ വ്യക്തിയും തങ്ങളുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കേണ്ടതിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. നിയതം കർമ്മം എന്നത് ഒരു വ്യക്തിയുടെ സ്വഭാവത്തിനും സാഹചര്യങ്ങൾക്കും അനുസരിച്ചുള്ള കടമയാണെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇത് കേവലം ഭൗതികമായ ജോലികൾ മാത്രമല്ല, ധാർമ്മികവും സാമൂഹികവുമായ ഉത്തരവാദിത്വങ്ങളെയും ഉൾക്കൊള്ളുന്നു. ഭഗവാൻ അർജുനനോട് യുദ്ധം ചെയ്യാനുള്ള അവൻ്റെ നിയത കർമ്മം നിർവഹിക്കാൻ ആവശ്യപ്പെടുന്നത് ഇതിനുദാഹരണമാണ്. ഈ കർമ്മം ഭഗവാന്റെ ആജ്ഞയായി കണ്ട് അനുഷ്ഠിക്കേണ്ട ഒന്നാണ്. ശരിയായ മനോഭാവത്തോടെ കർമ്മം ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നാണ് ഭഗവാൻ ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. അതായത് നിയതം കുരു കർമ്മ ത്വം. രണ്ടാമതായി പറയുന്നത് കർമ്മജ്യായോഹ്യ കർമ്മണഃ, കർമ്മം ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് കർമ്മം ചെയ്യുന്നത്. ഈ വാക്യം നിഷ്ക്രിയത്വത്തെ കർശനമായി നിരുത്സാഹപ്പെടുത്തുന്നു. കർമ്മം ചെയ്യാതിരിക്കുന്നത് ആത്മീയമായ പുരോഗതിക്കോ അറിവിനോ കാരണമാകില്ലെന്ന് ഗീതയിലൂടെ ഭഗവാൻ വ്യക്തമാക്കുകയാണ്. മനുഷ്യൻ ഒരു നിമിഷം പോലും കർമ്മം ചെയ്യാതെ ഇരിക്കുന്നില്ല. കാരണം പ്രകൃതിയുടെ ഗുണങ്ങളാൽ, അതായത് സത്വം, രജസ്, തമസ് എന്നീ ഗുണങ്ങളാൽ ഓരോരുത്തരും കർമ്മം ചെയ്യാൻ നിർബന്ധിതരാകുന്നു. കർമ്മം ചെയ്യാതിരുന്നാൽ മനസ്സ് ഇന്ദ്രിയ വിഷയങ്ങളിൽ മുഴുകുകയും അത് ആന്തരികമായ അധഃപതനത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അതിനാൽ കർമ്മം ചെയ്യുന്നത് നിഷ്ക്രിയത്വത്തേക്കാൾ ഉത്തമമാണെന്ന് ഭഗവാൻ പറയുന്നു. മൂന്നാമതായി പറയുന്നത് ശരീരയാത്രാപി ച തേ ന പ്രസിദ്ധ്യേത കർമ്മണഃ, കർമ്മം ചെയ്യാതിരുന്നാൽ നിനക്ക് ശരീര സംരക്ഷണം പോലും അസാധ്യമാകും. ഈ ഭാഗം
കർമ്മത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രാധാന്യം വ്യക്തമാക്കുകയാണ്. ഒരു വ്യക്തിക്ക് തൻ്റെ ശരീരം നിലനിർത്തണമെങ്കിൽ പോലും കർമ്മം ചെയ്യേണ്ടത് അനിവാര്യമാണ്. അതായത് ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, വസ്ത്രം ധരിക്കുക തുടങ്ങിയ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും കർമ്മം കൂടാതെ സാധ്യമല്ല. ഇത് കർമ്മം കേവലം ആത്മീയമായ ഒരു തെരഞ്ഞെടുപ്പ് മാത്രമല്ല, ഭൗതികമായ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ഒരു പ്രവൃത്തി കൂടിയാണെന്ന് ഭഗവാൻ ഓർമ്മിപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ ഈ ശ്ലോകം കർമ്മം ചെയ്യേണ്ടതിൻ്റെ അനിവാര്യതയും അതിൻ്റെ ശ്രേഷ്ഠതയെയും ഊന്നിപ്പറയുന്നു. നിഷ്ക്രിയത്വം ഒരു പരിഹാരമല്ലെന്നും മറിച്ച് ഓരോ വ്യക്തിയും തങ്ങളുടെ കർത്തവ്യങ്ങൾ ശരിയായ മനോഭാവത്തോടെ നിർവഹിക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഭഗവാൻ ഈ പാഠത്തിലൂടെ എല്ലാവരെയും പഠിപ്പിക്കുകയാണ്. ഈ ശ്ലോകത്തിൻ്റെ, അതായത് 8ാം ശ്ലോകത്തിൻ്റെ പ്രസക്തി, ആധുനിക ജീവിതത്തിലെ പ്രസക്തിയും അതിൻ്റെ പ്രായോഗികതയും എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായിട്ട്, അതായത് ഇന്നത്തെ ലോകം നേരിടുന്ന പല വെല്ലുവിളികൾക്കും ഈ ശ്ലോകം പ്രായോഗികമായ പരിഹാരം നൽകുന്നു എന്ന് ഭഗവാനിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. അതിൽ ഒന്നാമത്തേതാണ് മടി ഒഴിവാക്കൽ. എന്തിനും ഏതിനും മടി കാണിക്കുന്ന ആ ഒരു പ്രക്രിയ ഒഴിവാക്കുക. ആധുനിക ജീവിതത്തിൽ പലരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് മടി അഥവാ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയാം, മാറ്റിവെക്കൽ. ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നീട് ചെയ്യാനായി മാറ്റിവെക്കുന്നത് ഉത്കണ്ഠയും സമ്മർദ്ദവും കാരണമാകും. നിയതം കുരു കർമ്മത്വം എന്ന ഉപദേശം ഓരോ വ്യക്തിയും തങ്ങളുടെ കടമ കൃത്യസമയത്ത് നിർവഹിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നു. കർമ്മം ചെയ്യാതിരിക്കുന്നത് ഒരു പരിഹാരമല്ലെന്നും അത് ശാരീരികവും മാനസികവുമായ അധഃപതനത്തിലേക്ക് നയിക്കുമെന്നും ഈ ശ്ലോകം വ്യക്തമാക്കുന്നു. ഇത് മടിയെ അതിജീവിക്കാനും കാര്യക്ഷമതയോടെ പ്രവർത്തിക്കാനും പ്രചോദനം നൽകുന്നു. രണ്ടാമത്തെ പ്രശ്നമാണ് മാനസികവും ആത്മീയവുമായ ആരോഗ്യം. അത് കർമ്മം ചെയ്യാതിരിക്കുന്നത് മനസ്സിനെ ഇന്ദ്രിയ വിഷയങ്ങളിൽ മുഴുകാൻ പ്രേരിപ്പിക്കുകയും ആന്തരികമായ കപടത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഇത് മാനസിക പിരിമുറുക്കത്തിനും അസ്വസ്ഥതകൾക്കും കാരണമാകും. എന്നാൽ ശരിയായ മനോഭാവത്തോടെ കർമ്മം ചെയ്യുന്നത് മനസ്സിനെ ശുദ്ധീകരിക്കാനും ആത്മീയമായ പുരോഗതി നേടാനും സഹായിക്കുന്നു. ആധുനിക കാലത്ത് വർദ്ധിച്ചു വരുന്ന മാനസിക പ്രശ്നങ്ങൾക്ക് കർമ്മയോഗം ഒരു പരിഹാരമായി കണക്കാക്കാം. ഫലത്തെക്കുറിച്ചുള്ള അമിതമായ ആശങ്കയില്ലാതെ കർമ്മത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സമ്മർദ്ദം കുറയ്ക്കാനും ആന്തരിക സമാധാനം നേടാനും സഹായിക്കും. മൂന്നാമതായി ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ തരുന്ന ഒരു പരിഹാര മാർഗമെന്ന് പറയുന്നത് സ്വധർമ്മത്തിൻ്റെ പ്രാധാന്യമാണ്. മനസ്സിലാക്കേണ്ട ഒന്നാണ്. നിയതം കുരു കർമ്മത്വം എന്നതിനെ ആധുനിക കാലത്ത് സ്വധർമ്മം എന്ന ആശയവുമായി ബന്ധിപ്പിക്കാം. സ്വന്തം ധർമ്മം. ഓരോ വ്യക്തിക്കും സമൂഹത്തിലൊരു പങ്കുണ്ട്. ഒരു ഡോക്ടർ, ഒരു എഞ്ചിനീയർ, അധ്യാപകൻ, കർഷകൻ, തൊഴിലാളി എന്നിങ്ങനെ ഏത് തൊഴിൽ ചെയ്യുന്നവരായാലും അവർ ചെയ്യുന്ന ജോലി സമൂഹത്തിന് വേണ്ടിയുള്ള സേവനമാണ്. ഈ ശ്ലോകം പറയുന്നത് ഒരു സ്വധർമ്മവും മറ്റൊരു സ്വധർമ്മത്തേക്കാൾ ശ്രേഷ്ഠത കൂടിയതോ കുറഞ്ഞതോ അല്ല എന്നാണ്. ഓരോരുത്തരും തങ്ങളുടെ കർത്തവ്യങ്ങൾ ആത്മാർത്ഥതയോടെയും ഉത്തരവാദിത്വത്തോടെയും ചെയ്യേണ്ടത് സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള നിലനിൽപ്പിനും പുരോഗതിക്കും അനിവാര്യമാണ്. ഇത് തൊഴിൽപരമായ സംതൃപ്തിക്കും സാമൂഹിക ഐക്യത്തിനും വഴിയൊരുക്കുന്നു. ചില പ്രായോഗിക ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ, പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്ക്, അതായത് പഠനം ഒരു വിദ്യാർത്ഥിയുടെ നിയതം കർമ്മം ആണ്. മടിച്ചു പഠിക്കാതിരുന്നാൽ പരീക്ഷയിൽ പരാജയപ്പെടുകയും ഭാവി ജീവിതം
ദുഷ്കരമാവുകയും ചെയ്യും. എന്നാൽ കർത്തവ്യബോധത്തോടെ പഠിക്കുന്നത് അറിവ് നേടാനും വിജയം കൈവരിക്കാനും സഹായിക്കുന്നു. തൊഴിൽ ചെയ്യുന്നവരാണെങ്കിലോ, ഒരു ജീവനക്കാരൻ തൻ്റെ ജോലി കൃത്യമായി നിർവഹിക്കുന്നത് അയാളുടെ നിയതകർമ്മമാണ്. ജോലി ചെയ്യാതിരുന്നാൽ ശമ്പളം ലഭിക്കില്ല. അത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തടസ്സമാകും. ഫലത്തിൽ ആസക്തിയില്ലാതെ കർത്തവ്യബോധത്തോടെ ജോലി ചെയ്യുന്നത് കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും തൊഴിൽപരമായ വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യും. എന്നാൽ ഈ പ്രായോഗിക ഉദാഹരണം കുടുംബജീവിതത്തിലേക്ക് എത്തി നോക്കുകയാണെങ്കിലോ, കുടുംബജീവിതത്തിലാണെങ്കിൽ, അതായത് കുടുംബാംഗങ്ങൾക്കായി ഓരോരുത്തർക്കും ചില കടമകളുണ്ട്. ഈ കടമകൾ നിർവഹിക്കാതിരുന്നാൽ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാവുകയും ജീവിതം താറുമാറാവുകയും ചെയ്യും. ഭഗവത്ഗീതയിലെ കർമ്മയോഗത്തിലെ 8-ാമത്തെ ശ്ലോകം നിഷ്ക്രിയത്വത്തെ പൂർണ്ണമായും തള്ളിക്കളയുകയും കർമ്മം ചെയ്യേണ്ടതിൻ്റെ അനിവാര്യതയെയും അതിൻ്റെ ശ്രേഷ്ഠതയെയും ഊന്നിപ്പറയുകയും ചെയ്യുന്നു. ഇത് ആധുനിക ലോകത്തിലെ വ്യക്തികൾക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിൽ പ്രചോദനവും മാർഗനിർദ്ദേശവും നൽകുകയാണ്. ഭഗവത്ഗീതയിലെ കർമ്മയോഗത്തിലെ ശ്ലോകങ്ങളിൽ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണ് ഈ 8-ാം ശ്ലോകത്തിൽ പറയുന്നത്. കർമ്മം ചെയ്യാതിരിക്കുന്നത് ഒരു പരിഹാരമല്ലെന്നും, മറിച്ച് ഓരോ വ്യക്തിയും തങ്ങളുടെ വിധിക്കപ്പെട്ട കർമ്മങ്ങൾ നിർവഹിക്കേണ്ടത് അനിവാര്യമാണെന്ന് വ്യക്തമാക്കുകയുമാണ് ചെയ്യുന്നത്. ശാരീരികമായ നിലനിൽപ്പിനും മാനസികവും ആത്മീയവുമായ പുരോഗതിക്കും കർമ്മം അത്യന്താപേക്ഷിതമാണ്. ആധുനിക ജീവിതത്തിലെ മടി, ഉത്കണ്ഠ, ലക്ഷ്യമില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഈ ശ്ലോകം പ്രായോഗികമായ പരിഹാരങ്ങൾ നൽകുന്നു. കർമ്മം ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഓരോരുത്തരും തങ്ങളുടെ കർത്തവ്യങ്ങൾ ആത്മാർത്ഥതയോടെ നിർവഹിക്കുന്നത് വ്യക്തിഗതവും സാമൂഹികവുമായ ഉന്നതിക്ക് വഴിയൊരുക്കും. നിയതം കുരു കർമ്മത്വം കർമ്മജ്യായോ ഹ്യകർമ്മണഃ ശരീരയാത്രാപി ച തേന പ്രസിദ്ധ്യേത കർമ്മണഃ.